Good morning. Good morning. So today we have with us Advocate Manmohan. So many people use the word advocate and lawyer interchangeably. പക്ഷേ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. So what is the difference between them? സാറിന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബോർഡുകളിലൊക്കെ അഡ്വക്കേറ്റ്സിന്റെ ബോർഡുകളിൽ ചിലവർ ലോയേഴ്സ് എന്ന് വെക്കും, ചിലവർ അഡ്വക്കേറ്റ്സ് എന്ന് വെക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ആണ് ബാറില് എൻറോൾ ചെയ്ത്, അതായത് ബാർ കൗൺസിൽ ഓഫ് കേരള, ഓരോ സ്റ്റേറ്റിനും ഓരോ കൗൺസിലുണ്ട്. ബാർ കൗൺസിൽ ഓഫ് കേരളത്തിലാണെങ്കിൽ ബാർ കൗൺസിൽ കേരള എൻറോൾ ചെയ്തിട്ട് ഒരു ക്ലയന്റിന് വേണ്ടി കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ളത് അഡ്വക്കേറ്റ് ആണ്. ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ലോ ഡിഗ്രി പാസ്സായിട്ട് ലീഗൽ അഡ്വൈസ്, ഡ്രാഫ്റ്റിംഗ്, കോൺട്രാക്ട് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവർക്ക് കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മേജർ ഡിഫറൻസ്. എല്ലാ ബിസിനസ് ഓണേഴ്സും പോഷ് ആക്ടിനെ കുറിച്ച് അവെയർ ആയിരിക്കണം എന്ന് പറയും. So what is this POSH Act? പോഷിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് എന്നാണ്. അപ്പം ഈ വുമന്റെ റൈറ്റ്സും അവരുടെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഒരുപാട് ആക്ട്സ് ഉണ്ട്. പക്ഷെ ഈ വർക്ക് പ്ലേസിൽ നമുക്ക് സെക്യൂർ ആക്കാം. അപ്പൊ അതിനു വേണ്ടിയാണ് പോഷ് ആക്ട് 2013 ഗവൺമെന്റ് എനാക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 മെമ്പേഴ്സ് ഉള്ള എവറി ബിസിനസ് പേഴ്സൺ, ഇപ്പൊ മെയിലോ ഫീമെയിലോ ആവട്ടെ, ഇപ്പൊ 10 ആണുങ്ങൾ ഉണ്ടെങ്കിലും ആ കമ്പനി പോഷ് ആക്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പൊ സപ്പോസ് 10 മെൻ വർക്കിംഗ് കമ്പനിയാണ്, ഒരു ലേഡി കസ്റ്റമർ, അവർക്ക് എഗെയിൻസ്റ്റ് ഉള്ള സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ, അവർക്ക് അവരുടെ എന്തെങ്കിലും സെക്ഷൽ ജസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റാഫ് കാണിക്കുമോ, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഈ പോഷ് ആക്ട് എടുക്കുന്ന എംപ്ലോയീസിന് നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുകയും ഒരു കംപ്ലൈന്റ് ബോക്സ് വെക്കുകയും ഇതിനൊരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബോഡി ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ബി എ ലേഡി. ഒരു ലേഡി ഇപ്പം ആ കമ്പനിയിൽ ഇല്ലെങ്കിൽ ഫ്രം ഔട്ട്സൈഡ് പോഷ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒരു ലേഡിയെ ഹയർ ചെയ്യാം. എംപ്ലോയി ഉള്ള സീനിയർ എംപ്ലോയിയോ ഫീമെയിൽ സീനിയർ എംപ്ലോയി ആയിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസർ. ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഫീമെയിൽ ഉണ്ടെങ്കിൽ, മനസ്സിലായില്ല. അപ്പൊ ഇതെല്ലാം ഇവർക്ക് എഗെയിൻസ്റ്റ് ഉള്ള, ലേഡീസിന് എഗെയിൻസ്റ്റ് ഉള്ള ആ എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സ്പെഷ്യലി ഈ വർക്ക് പ്ലേസിലുള്ള ഇതിനു വേണ്ടി ഉണ്ടാക്കി. പോഷ് ആക്ടിന് ഇത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. 10 എംപ്ലോയീസ് മിനിമം വേണം. അത് മെയിലോ ഫീമെയിലോ ആവാം. ഇപ്പൊ മെയിൽ എംപ്ലോയീസ് 10 ഉണ്ടോ, അല്ലെങ്കിൽ ഫീമെയിൽ എംപ്ലോയി അതിൽ മിക്സ് ചെയ്ത് 5 വെച്ചുണ്ട്, അത് എനി നമ്പർ. പക്ഷെ മിനിമം നമ്പർ 10 ആയിരിക്കും. സോ ADR എന്നൊക്കെ കേട്ടിട്ട് ഒരുപാട് ബിസിനസ് ADR പ്രിഫർ ചെയ്യുന്നു ഇൻസ്റ്റെഡ് ഓഫ് ലിറ്റിഗേഷൻ. വൈ ഇസ് ദാറ്റ്? വാട്ട് ഇസ് ADR ആൻഡ് വൈ ഡു ദേ പ്രിഫർ? ADR എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. അതായത് ഒരു കോൺഫ്ലിക്റ്റ്, ഇഷ്യൂ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോർട്ടിലോട്ട് പോവാതെ, ലിറ്റിഗേഷനിലോട്ട് പോവാതെ എങ്ങനെ ആൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ അതിന് ഒരുപാട് ഇപ്പൊ മീഡിയേഷൻ ഉണ്ട്, കൺസലേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഒരു കസ്റ്റമർ ഡിഫോൾട്ട് വന്നു, പേയ്മെന്റ് ഡിഫോൾട്ട് വന്നു. ഹൗ വി ക്യാൻ ഹാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് MSME ലൈസൻസ് മീൻസ് MSME ലൈസൻസ് ഹോൾഡർ ആണെങ്കിൽ MSME സമാധാനം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ, സൈറ്റിലൂടെ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ആ പേയ്മെന്റ് തിരിച്ച് കിട്ടാനുള്ള ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പോർട്ടലിലോട്ട് പോകും MSME ഉണ്ട്. ഈ ബിസിനസ്സുകാർ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വർക്ക് കംപ്ലീഷന് ശേഷം പേയ്മെന്റ് ലാസ്റ്റ് എടുക്കുന്നത്. സോ ഈ MSME ത്രൂ, ഈ ഒരു ADR ത്രൂ നമുക്കത് റിസോൾവിങ് ഈസിയർ ആയിരിക്കും. MSME ലൈസൻസ് ഇപ്പൊ നമ്മുടെ മീഡിയം സ്മോൾ സ്കെയിൽ അതിന്റെ ലൈസൻസ് എടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ഇയേഴ്സ്, ഇപ്പൊ ഒരു 2 years 3 years ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയിട്ടാണ് വന്നത്. ഒരു മണി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം പോകും. പക്ഷെ MSME സമാധാനത്തിൽ നമ്മൾ പേയ്മെന്റ് 15 days അല്ലെങ്കിൽ 45 days കൂടുതൽ പേയ്മെന്റ് ഡിലേ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ രജിസ്റ്റർ കംപ്ലൈന്റ് രജിസ്റ്റർ നോട്ടീസ് നമ്മൾ അയക്കുക. അതിനകത്ത് അവർ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് 21% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മുടെ പേയ്മെന്റ് നമുക്ക് തിരിച്ചു തരാനുള്ള ഇതാണ് ഈ MSME സമാധാനം കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ്. അത് ഭയങ്കര വാല്യുബിൾ ഒരു ഇൻഫർമേഷൻ ആണ് ടു ബിസിനസ് ഓണേഴ്സ്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും അങ്ങനെ എല്ലാ ബിസിനസ് ഓണേഴ്സിനും അറിയില്ല. അവർ നോർമലി ഒരു അഡ്വക്കേറ്റിനെ അപ്രോച്ച് ചെയ്യും, കോർട്ടിലോട്ട് പോവും, ഒരു സിവിൽ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. സിവിൽ നോർമലി ഒരു ലോങ് പീരീഡ് ഡിസ്പ്യൂട്ട് ആണ് സിവിൽ കേസസ് എന്ന് പറയുന്നത്. സോ ബിയോണ്ട് ദ കോസ്റ്റ്യൂംസ്, how can an advocate help business feel protected? Business from the inception. For example, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഓൺ ബിസിനസ്, ഞാനിപ്പോ റെന്റഡ് അല്ലാണെങ്കിൽ, സപ്പോസ് റെന്റിലാണ് ഒരു ബിൽഡിംഗ്, എനിക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് വേണമല്ലോ, റെന്റ്
പിന്നെ ഒരു ബിൽഡിംഗ് എടുക്കുക, റെന്റൽ എഗ്രിമെന്റ്, അത് അഡ്വക്കേറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പൊ ലാൻഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലാൻഡ് രജിസ്ട്രേഷൻ, അതിന്റെ ഡോക്യുമെന്റ്, ഇതെല്ലാം അഡ്വക്കേറ്റ്സിന്. പിന്നെ എംപ്ലോയി ഹയറിങ്ങിനാണെങ്കിൽ അവരുടെ കോൺട്രാക്ട്, അത് അഡ്വക്കേറ്റ്സിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു ബിസിനസ് അഡ്വക്കേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അപ്പൊ ഇത് നോർമലി നമ്മളെല്ലാം ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇതെല്ലാം ചെറിയ കാര്യം ഒരു പ്രിന്റഡ് ഫോമാറ്റ് കടകളിലൊക്കെ കിട്ടുന്നതായിരിക്കും റെന്റൽ എഗ്രിമെന്റ് വാങ്ങിച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ അവർ അതിനുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അവരൊന്നും ലേറ്റസ്റ്റ് അമെന്റ്മെന്റ്സ് ഒന്നും അവർക്ക് അറിയില്ല. ഈ റെന്റൽ ആക്ടിലൊക്കെ ഉള്ള അമെന്റ്മെന്റ്സ് അറിയാത്തത് കൊണ്ട് ഇതിന്റെ ലൂപ്പ് ഹോൾസുകളെല്ലാം ഇതായിരിക്കും അവർക്ക്. എന്ന് വെച്ചാൽ ഇതൊന്നും ഇതിൽ മെൻഷൻ ആവില്ല. അങ്ങനെയുള്ള ഒരുപാട് അഡ്വക്കേറ്റ്സിനെ നമുക്ക് കൂടുതൽ ബിസിനസ് മാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സിൻസ് ഇൻസെപ്ഷൻ ടു റണ്ണിങ് ടുവേർഡ്സ് ദ പ്രോഫിറ്റബിൾ ബിസിനസ്. Okay, thank you. Thank you.